ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് കുറച്ച് ഡെയിലി വെയറിന് പറ്റിയ ടോപ്പ് മെറ്റീരിയൽസ് ആണ്. അത് പല റേഞ്ചിലും ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 650 ആണ്. അഫോർഡബിൾ റേറ്റിൽ നല്ല അത്യാവശ്യം ഹെവി എംബ്രോയിഡറി ആയിട്ട് വരുന്ന ടോപ്പ് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ കോട്ട മെറ്റീരിയൽ ആണ്. സിൽക്കി ചെക്ക് കോട്ട മെറ്റീരിയൽ 2.5 മീറ്റർ മെറ്റീരിയൽ ആണ്. ചിലത് 3 മീറ്റേഴ്സും ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. അപ്പം ആദ്യം തന്നെ നമ്മൾ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ, എല്ലാ കളർ ടോൺസിനും ചേർന്ന് പോകുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ, ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറിൽ ബ്ലാക്ക് ത്രെഡുമായിട്ട് നമ്മൾ ബീഡും അതുപോലെ തന്നെ ത്രെഡ് വർക്കും, ബീഡല്ല ട്യൂബ്സും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്. യോക്കിംഗ് കഴുത്ത് യൂനെക്കാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ തന്നെ എംബ്രോയിഡറി, ത്രെഡ് എംബ്രോയിഡറി ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ സൈഡ് വഴി മാത്രം നമ്മൾ കുഞ്ഞ് ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് ഷെയ്ഡായിട്ടുള്ള ട്യൂബ്സ് ആണ്. നമുക്ക് അടുത്ത് നോക്കിയത് ഇതുപോലെയാണ് ട്യൂബ്സ് വരുന്നത്. ഇങ്ങനെ ത്രെഡ് വർക്കും ട്യൂബ്സും ആയിട്ടാണ് വരുന്നത്. ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് പെൻസിൽ പാറ്റോ ലെഗിൻസോ പാലാസോ ഏത് വേണമെങ്കിലും ജീൻസ് ആയാലും പോകുന്നതാണ്. ഇതുപോലെ യോക്ക് പോർഷനിൽ ഇതുപോലെ വർക്ക് എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ വയറിൻ്റെ മേളിൽ വരെ നമുക്ക് ഇതുപോലെ വർക്ക് ഉണ്ടാകും. ഇങ്ങനെ ഓരോരോ ബോൾസ് നല്ല സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. നമ്മൾ ബ്ലാക്ക് 6 സ്ട്രാൻഡ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഈ സ്റ്റെം സ്റ്റിച്ച് ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചും 6 സ്ട്രാൻഡ്സ് ആണ്. ചുറ്റും നമ്മൾ അപ്പുറം ഇപ്പുറം ആയിട്ട് സിഗ്സാഗ് ആയിട്ട് നമ്മൾ ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. സിൽക്കി ചെക്കോട്ടയാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 650 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഈ സെയിം മെറ്റീരിയൽ തന്നെ ഒരു റോയൽ ബ്ലൂ കളർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെയും കഴുത്തിൻ്റെ സൈഡ് വഴി ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഒരു ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ ചെസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് ആണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് പീച്ചും പീച്ചല്ല റോസിൻ്റെ തന്നെ 2 ഷെയ്ഡുള്ള, വളരെ തിൻ ഡിഫറൻസേ ഉള്ളൂ 2 ഷെയ്ഡുമായിട്ട്. പക്ഷേ 2 ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് റോസിറ്റി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഫിഷ് ബോണും അതുപോലെ തന്നെ ലീഫ് തയ്ച്ചിരിക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് ഗ്രീൻ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. കഴുത്തിൻ്റെ ഇവിടെ നല്ല ഒരു തെളിച്ചമുള്ള, നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യിക്കുന്ന 2 ഷെയ്ഡ്സ്. ആദ്യം കണ്ട മസ്റ്റാർഡ് യെല്ലോ, അതുപോലെ തന്നെ ഇത് നല്ല ബ്രൈറ്റ്, നമുക്ക് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യിക്കും. അപ്പം ഇത് റോയൽ ബ്ലൂവിൻ്റെ അകത്ത് ഇതുപോലത്തെ പിങ്ക് കളറിലോട് കഴുത്തിന് മാത്രമാണ് എംബ്രോയിഡറി വരുന്നത്. ബാക്കി എവിടെയും എംബ്രോയിഡറി ഇല്ല. ഇതുപോലെയാണ് നല്ല അത്യാവശ്യം വൈറ്റ് നെക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 650 ആണ്. അടുത്തത് ഒരു ഒണിയൻ പിങ്ക് കളർ സിൽക്കി ചെക്കോട്ട സാരിയാണ്. ഇതും 2.5 മീറ്ററാണ്. ആദ്യം കണ്ട മെറ്റീരിയൽ മാത്രം 3 മീറ്ററാണ്. ബാക്കിയെല്ലാം 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. ഇതും ഇങ്ങനെയാണ് കഴുത്ത് വരുന്നത്. കഴുത്ത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെയാണ് ചെസ്റ്റിൻ്റെ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് കഴുത്ത് വരുന്നത്. അതിൻ്റെ താഴെ ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ ഇവിടുന്ന് താഴത്തോട്ടാണ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതുപോലെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വർക്ക് വരുന്നത്. ഇത് യെല്ലോ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ഒലീവ് ഗ്രീൻ ആണ് ലീഫിനും കൊടുത്തിരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹെയർ ഇൻ ബോൺ ആണ് വർക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കട്ട് ബീഡ്സ്, ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസ്റ്റൽ സ്റ്റോൺസിൻ്റെ ഇടയിൽ മേളിൽ കൊണ്ടുവന്നിട്ട് ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മൾ പേൾസ് ആണ് വെച്ചിരിക്കുന്നത്. വൈറ്റ് പേൾസ് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവനും ക്രിസ്റ്റൽ ബീഡ്സുമാണ്. അതിപ്പോൾ ഇച്ചിരി ഇത്തിരി തിളക്കം ഉണ്ടാകും. ഇപ്പോൾ സൺലൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽസ് കുറച്ച്, അല്ലെങ്കിൽ രാത്രി ഫങ്ഷനൊക്കെ ഇടുവാണെങ്കിൽ രാത്രി ഇടുന്നതിന് അതൊന്നും ഇച്ചിരി എംപോസ് ചെയ്ത് ഇച്ചിരി തിളക്കം ഉണ്ടാകും ലൈറ്റ് വരുമ്പോൾ ഈ ബീഡ്സിന്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് മാത്രം, ഈ ഒരു പോർഷൻ മാത്രം ബീഡ്സ് ആയിട്ടും കട്ട് ബീഡ്സും ബാക്കി ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. അത് സൈഡിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വർക്ക് വരുന്നത്. അതൊരു പുതിയ ഫാഷനായിട്ട് ഇപ്പോൾ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ ഇതൊരു വർക്ക് വരുന്നതുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടുക്കിലോട്ടാണ് വർക്ക് വരുന്നത്.
ഇതും ഈ ഒരു പോർഷനിൽ മാത്രമാണ് വർക്കുള്ളത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 650 തന്നെയാണ് ഇതിൻ്റെയും റേറ്റ്. അടുത്തത് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഓർഗൻസ മെറ്റീരിയലിൻ്റെ ഇതുവരെ സൈഡിൽ, കഴുത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആദ്യം നമ്മൾ ബ്ലൂ കണ്ടുവരത്തെ ഒരു ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റിൻ്റെ അവിടെ വന്ന് താഴെ വരെ വർക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് ലേസി ഡീസി ആണ്. ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ഇതുവരെ 2 ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ബ്ലൂ തന്നെ ലൈറ്റ് ബ്ലൂവും റോയൽ ബ്ലൂവും യൂസ് ചെയ്ത് നടുക്ക് ഫ്രഞ്ച് നോട്ട്, ബീഡ്സ് ഇല്ല, വൈറ്റ് ഫ്രഞ്ച് നോട്ട്സും ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് എംബ്രോയിഡറി. ഇതിൻ്റെ സ്ലീവിലും ഡിസൈൻ ഉണ്ട്. സ്ലീവിൽ വന്നിട്ട് കുഞ്ഞൊരു പാറ്റേൺ ആണ് നമ്മൾ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 3 ഫ്ലവർ പാറ്റേൺ ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവിലത്തെ പാറ്റേൺ വരുന്നത്. ഇതുപോലെയാണ് സ്ലീവിൽ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 900 റുപ്പീസാണ് ഇത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കസ്റ്റമൈസേഷൻ ഓർഡറാണ്. ഇതുപോലെ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ചെയ്തു തരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കസ്റ്റമർ തന്നിരിക്കുന്ന ഒരു ടെസർ സിൽക്ക് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് യോക്ക് പോർഷനിൽ ചെസ്റ്റിൽ വരുന്ന രീതിയിൽ കട്ട് വർക്ക്സ് ആണ് ചെയ്തത്. ടെസർ സിൽക്കിൻ്റെ അകത്ത് ട്വൈൻ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണിത്. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ട്വൈൻ കട്ട് വർക്ക് വരുന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് ചാർജ് മാത്രം 1500 വരും. ബാക്കി ആണ് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ. കസ്റ്റമർ തന്നതായിരുന്നു. ക്ലോത്തിൻ്റെ മെറ്റീരിയൽ റേറ്റ് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയാണ് ഈ ഒരു കട്ട് വർക്കിൻ്റെ റേറ്റ്. അപ്പോൾ ഇതുപോലെ കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സാരിയിലായാലും ചുരിദാറിലായാലും അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലായാലും നമ്മൾ കട്ട് വർക്ക്, ട്വൈൻ കട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഒരു കട്ട് വർക്ക് ടോപ്പ് മെറ്റീരിയൽ ടെസർ സിൽക്കിൽ ചെയ്തതാണ്. ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്നതിൽ ഏത് ടോപ്പ് മെറ്റീരിയലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം അതല്ല, അതുകൂടാതെ വേറെ ഏതെങ്കിലും റീക്രിയേഷൻ വേണമെങ്കിൽ അതായാലും പറയുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.